താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചിട്ടുണ്ട്. താരസംഘടനയായ അമ്മയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ റിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചില താരങ്ങൾ ഇതിൽ ചില അതൃപ്തികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയിലെ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പരാമർശമുണ്ടായ താരങ്ങൾ, ഒപ്പം അതിനുശേഷം രജിസ്റ്റർ ചെയ്ത നിരവധിയായ കേസുകൾ, അതിൽപ്പെട്ട നടന്മാർ, അവർക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള അസംതൃപ്തി ആ സംഘടനയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഫെഫ്കെ 20 അംഗങ്ങൾ സമീപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാനി, എന്താണ് സംഭവിക്കുന്നത്? ഈ താരങ്ങൾ 20ഓളം താരങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അവരുടെ നീക്കം? അത് ആരൊക്കെയാണ്? ആരുടെ നേതൃത്വത്തിലാണ്? എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, പേര് വിവരങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. ആര് സമീപിച്ചു എന്ന് വ്യക്തമാക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ തയ്യാറായിട്ടില്ല. പക്ഷെ അങ്ങനെ കുറച്ച് പേർ, ഒരു 20ഓളം പേർ തന്നെ സമീപിച്ചിരുന്നു. ഇതിൽ ഒരു പുതിയ സംഘടന അല്ലെങ്കിൽ ആ രീതിയിലൊരു എന്ന രീതിയായിരുന്നു വന്നിരുന്നത്. ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് ഇത് വരിക എന്നുള്ള ഒരു കാര്യത്തിലാണ് സമീപിച്ചതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അമ്മ സംഘടന രൂപീകരിക്കുന്നത് കൾച്ചർ എന്ന രീതിയിലാണ്. പക്ഷെ ആ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു വിഷയങ്ങൾ വരുമ്പോൾ ആ രീതിയിലേക്ക് സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത പല ഘട്ടങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് ഒരു സംഘടന എന്ന രീതിയിലേക്ക് മാറുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ആ രീതിയിലാണ് ഫെഫ്കെ ജനറൽ സെക്രട്ടറി സമീപിക്കുകയും ചെയ്തത്. അദ്ദേഹം അവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ ഇത് ആ രീതിയിലേക്ക് ഓരോരുത്തരും എന്ന രീതിയിലേക്കല്ല ഇതിപ്പോ കണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ അമ്മ നേരിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ അത്തരം ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നേക്കാം. അതുകൊണ്ട് തന്നെയും അതിനെ ആ കരുതലോടുകൂടി തന്നെ കാണുക. പ്രത്യേകിച്ച് ഇവരുടെ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ ഒരു എത്ര പേർ വരാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന്റെ ആവശ്യം ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്നത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഒരുപക്ഷെ പിന്നീട് അത് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ 20 അംഗങ്ങൾ ഇപ്പോൾ ഫെഫ്കയെ സമീപിച്ചു. കാരണം താരസംഘടനയായ അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ആ തരത്തിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അതിന്റെ സ്ഥാപക അംഗങ്ങൾ, അതായത് ഇത് രൂപീകരിക്കാൻ പ്രധാനമായും മുൻകൈയെടുത്ത പ്രധാനപ്പെട്ട ആളുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിൻ്റെ ഒരു സ്വഭാവം അതാണ്. കാരണം അമ്മയിലെ ആളുകൾക്ക് പെൻഷൻ നൽകുക അടക്കമുള്ള കാര്യങ്ങളുമായാണ് ആ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇതിന് ട്രേഡ് യൂണിയൻ സ്വഭാവമില്ല. അങ്ങനെ ട്രേഡ് യൂണിയനായി ഈ സംഘടന മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നത്. ഫെഫ്ക ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ്. ആ തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നാണ്. 20 അംഗങ്ങളാണ് തന്നെ സമീപിച്ചത് എന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ അവർ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും താരസംഘടനയിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ പുകയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നിരവധിയായ വിഷയങ്ങൾ ആ സംഘടനയെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നിരവധി പ്രമുഖ നടന്മാരുടെ പേര് വിവരങ്ങൾ, അവർക്കെതിരെയുള്ള പരാതികൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ ആ തരത്തിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ്. അത് ഈ സംഘടനയിൽ ഉണ്ടാക്കാൻ പോകുന്ന അസ്വാരസ്യങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം നിരവധി നടന്മാരുടെ പേരുകൾ നടിമാർ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സംഘടനയുടെ ഒരു സ്വഭാവം മാറുന്നത്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ ഇനിയൊരു പക്ഷേ പുറത്തു വന്നേക്കാം. സ്വാഭാവികമായും അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 20 അംഗങ്ങളാണ് ഇപ്പോൾ ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഇക്കാര്യം വ്യക്തമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു.